ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഒരു സിനിമയിലെ ഓപ്പണിംഗ് സീനും ക്ലോസിംഗ് സീനും ഒരുപോലെ മൂവിംഗ് ആയിട്ട് അല്ലെങ്കിൽ അത്രയധികം ഇമ്പാക്റ്റ് ചെയ്തത് ചിലപ്പോൾ ഈ സിനിമ കണ്ടപ്പോഴായിരിക്കും. ഒരു ത്രെഡ് പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില ലൈഫ് മൊമെന്റ്സ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായി ഇത് മാറുന്നുമുണ്ട്. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റാമൽ റോസ് ഡയറക്റ്റ് ചെയ്ത ഓസ്കാർ നോമിനേഷൻ കിട്ടിയ നിക്കൽ ബോയ്സ് ആണ്. ഒരു പീരിയഡ് ഡ്രാമ ജാനറിൽ വരുന്ന സിനിമയാണ് നിക്കൽ ബോയ്സ്. 1960s അമേരിക്കയും അവിടെ ആഫ്രിക്കൻ അമേരിക്കൻസ് ഫേസ് ചെയ്തിരുന്ന റേസിസവുമാണ് ഇവിടുത്തെ കഥാപശ്ചാത്തലം. എൽവുഡ് എന്ന ആഫ്രിക്കൻ അമേരിക്കൻ പയ്യന്റെ ജീവിതമാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഒരു ജുവനൈൽ കറക്ഷൻ ഹോമിലെത്തിയ എൽവുഡ് അവിടെ വെച്ച് ടേണർ എന്ന പയ്യനെ പരിചയപ്പെടുന്നു. ഇവർ രണ്ടുപേരും അവിടെ വെച്ച് ഫേസ് ചെയ്യുന്ന അബ്യൂസ്, റേസിസം അവരുടെ കണ്ണിലൂടെ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നുണ്ട്. അതായത് ഒരു ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കാണുമ്പോൾ കിട്ടുന്നത്. നിക്കൽ എന്ന ഈ ജുവനൈൽ കറക്ഷൻ ഹോമിലെ ഹൊറിഫിക് ആയിട്ടുള്ള ഇവൻസും അവിടെ നിന്ന് എങ്ങനെ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നതുമാണ് ഈ സിനിമയുടെ ബേസിക് ആയിട്ടുള്ള കഥ. ഒരു നോൺ ലീനിയർ ഫോർമാറ്റിലാണ് ഇവിടെ ഇവൻസ് പറഞ്ഞു പോകുന്നത്. 1960s ഇവൻസും 2000 ശേഷമുള്ള ചില ഇവൻസും മാറി മാറി കാണിക്കുന്നുണ്ട്. രണ്ട് ക്യാമറ ആംഗിളിലാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ പോയിന്റ് ഓഫ് വ്യൂ ഇവിടെ കൊണ്ടുവരാൻ കാരണം ഓഡിയൻസ് എങ്ങനെ ഈ ഇവൻസിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അതുപോലെ തന്നെ അമേരിക്കൻ ഹിസ്റ്ററിയിലെ ചില സുപ്രധാന ഹിസ്റ്റോറിക്കൽ ഇവൻസും ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോളോ മൂൺ ലാൻഡിങ്ങിന്റെ വിഷ്വൽസ് ഒക്കെ ഇവിടെ കാണിച്ചു പോകുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ സിവിലൈസേഷൻ സയന്റിഫിക്കായി ഇത്രയേറെ പ്രോഗ്രസ് ചെയ്തിട്ടും ചിലയിടത്ത് നമ്മൾ മാറാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ആ മാറ്റത്തിന് നമ്മൾ റെഡിയാകുന്നില്ല എന്ന ഐഡിയയാണ്. എൽവുഡിന്റെയും ടേണറിന്റെയും വേഷങ്ങളിൽ വരുന്ന ഈതൻ ഹാരിസും ബ്രാൻഡൻ വിൽസണും അതുപോലെ എൽവുഡിന്റെ അമ്മുമ്മയുടെ വേഷം ചെയ്ത് ആൻജോ എല്ലിസും ഭയങ്കര മൂവിംഗ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു ഇവിടെ. എസ്പെഷ്യലി അമ്മുമ്മയുടെ ക്യാരക്ടർ നമ്മൾ ഫിലിം കഴിഞ്ഞാലും ഓർത്തിരിക്കും. തന്റെ കൊച്ചുമകനെ കാണാൻ ശ്രമിക്കുന്നതും അവിടുന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നാൽ ഈ നോൺ ലീനിയർ നറേറ്റീവ് ചിലപ്പോൾ ആൾക്കാരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ ഈ മോഡേൺ ഏജിലെ കഥ പറയുമ്പോൾ അല്പം ഡ്രാഗ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തേക്കാം. സോ ഓവറോൾ പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഇത് വെറും ഒരു സിനിമ എന്നതിനേക്കാൾ കൂടുതൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത്രയേറെ ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ അത് ഇമ്പാക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സിനിമകൾ ഒന്നായിട്ടാണ് നിക്കൽ ബോയ്സ് ഫീൽ ചെയ്തത്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് നിക്കൽ ബോയ്സ്. ഈ സിനിമ നിങ്ങൾ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ദയവായി കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.